ഡേയ്സ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ ആഗ്രഹം തോന്നിയ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം, ഓ അടിപൊളിയാണല്ലോ എന്ന് തോന്നി നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ഇടങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെ ഒരിടം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എറണാകുളത്ത് കലൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് പോകുന്ന വഴി ചങ്ങമ്പുഴ പാർക്കൊക്കെ കഴിയുമ്പോൾ ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. ഈ അടുത്താണ് ഇത് വന്നത്. അന്ന് മുതൽ ഞാനിങ്ങനെ കൊതിയോടെ നോക്കും ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയാൽ കൊള്ളാം. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞാനും ചിന്തിച്ചു, എൻ്റെ പൊന്നെ വേണ്ട ചീട്ടി കയറി, നമുക്കൊന്നും പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ ചിന്തിച്ച് ശരിക്കും അത് ഇങ്ങനെ ഉള്ളിലിട്ട് നടന്നിട്ട് കുറേ പേരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിനകത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ. പക്ഷേ ശരിക്കും ചില നമ്മുടെ ഇഷ്ടങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ശരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണ പോലെയാണ്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് അത്, മനസ്സിൻ്റെ ഒരുപാട് തോന്നിയ ആഗ്രഹമാണ്. അതൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ അടുത്ത്, അതായത് ഇന്നലെ എനിക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് കാരണം എൻ്റെ കസിൻസ് എന്നെ കാണാനായിട്ട് എറണാകുളം വന്നപ്പോൾ തന്നെ ഇങ്ങനെ അവർ പറഞ്ഞത് ഏറ്റവും നല്ല അത്യാവശ്യം കുഞ്ഞിനെയൊക്കെ കൊണ്ടിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവമാണ് വന്നു കേട്ടോ. ഞാൻ വെറുതെ അവരോട് പറഞ്ഞു, അപ്പം ശരി നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. അയ്യോ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല, പുറത്തുള്ളവരെക്കാളും കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ആ ഒരു വൈബാണ് അടിപൊളി, എൻ്റെ ദൈവമേ. അപ്പം എന്താ പറയുക, ഇവരുമായിട്ട് എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പം നമുക്ക് സൂപ്പറായിട്ട് ഇരിക്കാം, ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കാം എന്നേ ഞാൻ വിചാരിച്ചോളൂ. ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാര്യം അത്രമാത്രം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ച് കണ്ടു പോകുന്നൊരു സ്ഥലമായിരുന്നു. ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഭയങ്കര എക്സ്പെൻസീവോ കാര്യങ്ങളോ വലിയ കാശുകാർക്ക് വേണ്ടി മാത്രമൊന്നും അല്ല. ശരിക്കും എല്ലാവർക്കും അവിടെ പോകാൻ പറ്റും. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര വലിയ അയ്യോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, ഈ മനസ്സിൽ ഇതാണ് ഉള്ളതെങ്കിൽ അയ്യോ ഇവിടെ ഒന്നും ശരിയാവില്ല എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും. ഫുഡൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ചൈനീസ് അമേരിക്കൻ കിടിലും ഫുഡുകൾ നോക്കിയൊക്കെ വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. നമ്മൾ കഴിക്കോ ഇല്ലെന്നൊക്കെ നോക്കി. പക്ഷേ എന്തായാലും ഓർഡർ ചെയ്ത സാധനം അടിപൊളിയായിരുന്നു, കഴിച്ചതും അടിപൊളിയായിരുന്നു. പിന്നെ ഞാനൊക്കെയാണ്, ഞങ്ങൾക്ക് അറിയാവുന്ന ഫുഡല്ലേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ വെറൈറ്റി ഒരു ഫുഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ, അതും സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട, എന്തായാലും എനിക്ക് സന്തോഷമായി.